التمسك بالأثر نجاه. അതിനുശേഷം الحديث العشرون 20ാമത്തെ ഹദീസ്. الحديث العشرون عن حذيفة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال: لا تقولوا ما شاء الله وشاء فلان ولكن قولوا ما شاء الله ثم شاء فلان. رواه أبو داود. عن حذيفة رضي الله عنه عن النبي صلى الله عليه وسلم قال: لا تقولوا ما شاء الله وشاء فلان ولكن قولوا ما شاء الله ثم شاء فلان. رواه أبو داود. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു, ഇത് നമ്മളെ നാവുമായി ബന്ധപ്പെട്ട പറയുമ്പോൾ പാലിക്കേണ്ടതായ തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. തൗഹീദ് നാവുകളിലുണ്ട്, തൗഹീദ് നമ്മുടെ സംസാരങ്ങളിലുണ്ട് എന്നറിയിച്ചു ചേർന്ന മറ്റൊരു ഹദീസാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ മാഷാ അല്ലാഹ് വശാ ഫുലാൻ, അള്ളാഹു ഇന്നയാളും ഉദ്ദേശിച്ചതുപോലെ എന്ന് ചേർത്തി പറയാൻ പാടില്ല. ഫുലാൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ പൊതുവെ ഇന്നയാൾ എന്ന് പറയുന്ന ഒരു രീതിയാണ്, ഒരു വ്യക്തിയുടെ പേരല്ല അത്. ഫുലാൻ എന്നോട് ഉദ്ദേശിച്ചാൽ ഇന്ന വ്യക്തി, എ പേഴ്സൺ, നമ്മൾ ഇന്ന ആൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ പറയുന്നത് പോലെ. അപ്പം അള്ളാഹു ഇന്നയാളും എന്ന് പറഞ്ഞാൽ അള്ളാഹുവും നബിയും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ അള്ളാഹുവും എൻ്റെ അധ്യാപകനും ഉദ്ദേശിച്ചതുപോലെ, അല്ലെങ്കിൽ അള്ളാഹുവും ഇന്നയാളും ഉദ്ദേശിച്ചതുപോലെ എന്ന കൂട്ടിച്ചേർത്ത് പറയുക എന്നുള്ള രീതി നിങ്ങൾ ഉപേക്ഷിക്കണം, പാടില്ല. വലാക്കിൻ കൂലു, ഇനി നിങ്ങൾക്ക് അങ്ങനെ പറയണമെങ്കിൽ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ, സുമ്മ ഷാ ഫുലാൻ, പിന്നീട് ഇന്നയാൾ ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞുകൊള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഇതും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലഫ്ലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തസ്വിയത്ത് ചെയ്യുക, അള്ളാഹുവിനെ പോലെ ആക്കുക എന്നതുകൊണ്ട് ഷിർക്കാകുന്നതിൽപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഈ പറയുന്ന ആളും ഒരുമിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന വിശ്വാസമൊന്നും ഒരാൾക്ക് ഉണ്ടാവുകയില്ല. മറിച്ച് ആ സംസാരത്തിൽ വരുന്നൊരു അബദ്ധമാണ്. ഇപ്പൊ നോക്കണം, ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ സംസാരത്തിൽ പോലും അള്ളാഹുവിനുള്ളൊരു കഴിവ് മറ്റൊരാൾക്കുണ്ട് എന്ന് ഒരാൾ ഉദ്ദേശിക്കുന്നത് പോലുമില്ല, അയാൾ മനസ്സിൽ ചിന്തിക്കുന്നത് പോലുമില്ല, അയാൾ നാവ് കൊണ്ട് പറഞ്ഞു പോകുന്നു മാത്രം. അതുപോലും ഗൗരവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെയും അള്ളാഹുവിനെയും തുല്യനാക്കുകയാണോ, സമനാക്കുകയാണോ എന്നാണ് ഒരു സ്വഹാബിയാണ് ചോദിച്ചത്. ഏതെങ്കിലും ഒരു സ്വഹാബി നബിയും അള്ളാഹു ഒരുപോലെയാണെന്ന് വിശ്വസിക്കുമോ? പക്ഷേ ആ സ്വഹാബിയിൽ നിന്നും അറിയാതെ വന്ന മാഷാ അല്ലാഹ് വശിഅത, അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്ന ആ വ്യക്തി പറഞ്ഞപ്പോൾ, സ്വഹാബി പറഞ്ഞപ്പോൾ, ആ വാക്കിന്റെ ഗൗരവം അത്രയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. കാരണം മശീയത്ത് എന്ന് പറയുന്നതിൽ അള്ളാഹുവിന് ഒരാൾക്കും പങ്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തിൽ മറ്റൊരാൾക്കും പങ്കില്ല. ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിച്ചത്, ഇനി എന്താണ് ഉദ്ദേശിക്കുക എന്നൊരു കാര്യം ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടൊപ്പം ആ പ്രവൃത്തിയിൽ, മശീഅത്ത് എന്ന് പറയുന്ന ആ പ്രവൃത്തിയിൽ അത് ഒരുമിപ്പിച്ച് പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞപ്പോൾ, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അള്ളാഹുവിനെയും എന്നെയും തുല്യനാക്കുകയാണോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞത്. അപ്പം ഇങ്ങനെ പേരിൽ പോലും അള്ളാഹുവിനെ പോലെ ഒരാളുണ്ട് എന്ന് പറയുന്നതിന് ഇത്ര ഗൗരവമുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പല നാമങ്ങളും പല വിശേഷണങ്ങളും ഔലിയാക്കൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ല, അങ്ങനെ പറയുന്ന ആളുകളിൽ അള്ളാഹുവിനെ പോലെ കേൾക്കുന്നു, നമ്മൾ ഔലിയാക്കൾ കേൾക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു മുസ്ലിയാർ ആയത്തുൽ കുർസിയാണ് വിശദീകരിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഉറക്കമോ മയക്കമോ ഒന്നും തന്നെ അള്ളാഹുവിനെ പിടികൂടുകയില്ല എന്നിട്ട് പറഞ്ഞിട്ട് ആ നാവ് കൊണ്ട് അയാൾ പറയണം. അതേപോലെ തന്നെയാണ് ഔലിയാക്കൾക്ക് മയക്കമില്ല, ഉറക്കമില്ല. നഊദു ബില്ലാ. CM മടവൂരിനെ പോലെയുള്ള പല ആളുകളെയും പുകഴ്ത്തി ഇയാൾ ഔലിയാക്കളെ പുകഴ്ത്തി പറയാം. എന്നിട്ട് ഇവരുടെ വിശ്വാസത്തിനാണ് ഇതൊക്കെ അള്ളാഹ് കൊടുത്തതാണെന്ന് വിശ്വസിച്ചാൽ മതി. ഇവർക്ക് സ്വയം കഴിവില്ല, അള്ളാഹു കൊടുത്തതാണ് അങ്ങനെ ഉറങ്ങാതെയും മയങ്ങാതെയൊക്കെ നിൽക്കാൻ എന്ന് വിശ്വസിച്ചാൽ മതി എന്ന ദുർബലമായ വിശ്വാസമാണ് അവർക്കുള്ളത്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള പല കാര്യങ്ങളും വകവെച്ചു കൊടുക്കാൻ. ഇവിടെ പേരിന് പോലും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ പേരിന് പോലും പറയാൻ പാടില്ല. അള്ളയും ഇന്നയാൾ ഉദ്ദേശിച്ചത് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും അള്ളാഹുവിനെ പോലെ ഉദ്ദേശിക്കാൻ ഇയാൾക്ക് കഴിവുണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷെ അങ്ങനെ പറയാൻ പോലും പാടില്ല. കാരണം അതിനുപോലും യോഗ്യതയില്ല അടിമകൾക്ക്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതിന് ശേഷം മാത്രമേ മനുഷ്യർക്ക് ഒരാൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ.
റബ്ബുൽ ആലമീനായ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹു ഉദ്ദേശിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിൽ ഒരാൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദപരമായ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടോ? മനുഷ്യൻ നിർബന്ധിക്കപ്പെട്ടവനാണോ? എന്താണ് അതിൻ്റെ ഉത്തരം? അവൻ സ്വന്തമായി അവകാശങ്ങളുണ്ട്, അവൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അവൻ്റെ മുന്നിൽ നന്മയും തിന്മയും ഉണ്ടെങ്കിൽ അവൻ ഏതും തിരഞ്ഞെടുക്കാൻ അവൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇതിലേത് അവൻ തിരഞ്ഞെടുത്താലും ശരി, അവൻ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇൽമു കൊണ്ടത് നേരത്തെ അറിഞ്ഞിരിക്കും. മനുഷ്യനത് തിരഞ്ഞെടുത്തിട്ട് വേണ്ട അള്ളാഹു താലക്ക് ഇവനിത് ആദ്യമേ തിരഞ്ഞെടുക്കുമോ ഇല്ലേ എന്നുള്ളത് അറിയാനായിട്ട്. അള്ളാഹു താലക്ക് അതറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദർ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ മശീയത്തുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നമുക്കൊരാൾക്കും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അതിനർത്ഥം അള്ളാഹു നമ്മളെ മുജ്ബറാക്കിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ പേര് ശിക്ഷിക്കുക എന്നുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് ഒരു ഇറ്റുപോലും ദുൽമ ചെയ്യാത്തവനാണ്. അള്ളാഹു ഒരു ഇറ്റുപോലും ദുൽമ ചെയ്യുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖളാ ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്ന കാര്യമാണ്. അള്ളാഹു ഒരു അടിമയോട് ഒരു ഇറ്റ് ദുൽമ പോലും ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഖദറുമായി ബന്ധപ്പെട്ട കാര്യം. അള്ളാഹു തആല ഉദ്ദേശിച്ചത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആയിട്ട് പോലും ഒരാൾ ഇത് ഈ രൂപത്തിൽ അത് പറയുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എങ്കിൽ എങ്ങനെ പറയാം? മാഷാ അല്ലാഹു സുമ്മ ശിഅ. അള്ളാഹു ഉദ്ദേശിച്ചു, പിന്നീട് ഇന്നയാൾ ഉദ്ദേശിച്ചു എന്ന് പറയുന്നത് തെറ്റില്ല. ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് താബിഈയ, അദ്ദേഹം അങ്ങനെ പറയുന്നതിൽ തെറ്റ് കണ്ടിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ അസ്ഹാബുകൾ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹം കാന ഇബ്രാഹിം അൻ-നഖഈ ലാ യറാ ബഅസൻ യഖൂല മാഷാ അല്ലാഹു സുമ്മ ശിഅ, അങ്ങനെ പറയുന്നത് തെറ്റില്ല. കാരണം ലിഅന്നൽ അത്ഫ ബിസുമ്മ യഖ്തലി അത്തബഈയ, കാരണം അള്ളാഹു ഉദ്ദേശിച്ചതിന് ശേഷം മാത്രമേ പറ്റൂ. സുമ്മ എന്ന് പറയുന്ന വാക്കും വാവ് എന്ന് പറയുന്ന വാക്കും അറബിയിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണം മനസ്സിലാക്കുകയാണെങ്കിൽ ജാ സെയ്ദുൻ വ അംറുൻ എന്ന് പറഞ്ഞാൽ സെയ്ദും അംറും ഒരുമിച്ച് വന്നു എന്നതിന് അർത്ഥമുണ്ട്. ജാ സെയ്ദുൻ വ അംറുൻ ഒരുമിച്ച് വന്നു എന്ന അർത്ഥമുണ്ട്. എന്നാൽ ജാ സെയ്ദുൻ സുമ്മ അംറുൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് ആദ്യം വന്നു, പിന്നെ രണ്ടാമതാണ് അംറു വന്നത്. ആദ്യം സെയ്ദ് വന്നു, പിന്നെയാണ് അംറു വന്നത് എന്നതിനൊരു വ്യത്യാസമുണ്ട്. അപ്പം അള്ളാഹു തആല ഉദ്ദേശിച്ചതിന് ശേഷം അവൻ്റെ പടപ്പുകളിൽപ്പെട്ട ഇന്നയാൾ ഉദ്ദേശിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഉണ്ടായതിനു ശേഷം ഇവിടെ ചില ആളുകൾ ഉദ്ദേശിച്ചപ്പോൾ ഇന്ന് ഈ പരിപാടി ഉണ്ടായതുപോലെ, അള്ളാഹു ഉദ്ദേശിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ഓരോരുത്തരും ഉദ്ദേശിച്ചപ്പോൾ നിങ്ങളിവിടെ എത്തിയതുപോലെ ഞാനും അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിവിടെ എത്തിയത് എന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം നിന്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് ശേഷം മാത്രം നടക്കുന്ന കാര്യമാണ്. വമാ തശാഉന ഇല്ലാ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതിന് ശേഷമല്ലാതെ നിങ്ങളാരും ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പം അതേപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഏതൊരു പ്രവൃത്തിയും അടിമകളുമായി ചേർത്തി പറയുക എന്നുള്ളത്. ഇബ്രാഹിം നഖയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം വിലക്കിയത് കാണാം. ഔദു ബില്ലാഹി വബിക്, ഞാൻ അള്ളാഹുവിൽ നിന്നും നിന്നിൽ നിന്നും രക്ഷ തേടുന്നു എന്ന വാക്ക് പറയാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിനോട് രക്ഷ തേടിയിട്ട് പിന്നെ നിന്നിടെ ഒരാളെ പഠിക്കാൻ വന്നു. അപ്പോൾ അള്ളാഹുവിനോട് ആദ്യം രക്ഷ തേടുക, പിന്നെയാണ് നിന്നിൽ നിന്ന് രക്ഷ തേടുന്നത്. അപ്പം ആ രൂപത്തിലേ പറയാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ താഅത്തുല്ലാഹി വ താഅത്തു റസൂലി, അള്ളാഹുവിനെ അനുസരിക്കുക അവൻ്റെ റസൂലിനെ അനുസരിക്കുക എന്ന വാക്ക് വാവ് വെച്ച് പറയാൻ പാടുണ്ടോ? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക, ആ വാക്ക് വാവ് വെച്ച് താഅത്തുല്ലാഹി വ താഅത്തു റസൂൽ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക എന്ന വാക്ക് വെച്ച് പറയാൻ പാടുണ്ടോ? അത് പറയാമെന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമൻ യുതിഇല്ലാഹ വർ-റസൂല, അള്ളാഹു തആല അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത്. ആരല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുവോ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ, അവരാണ് നാളെ പരലോകത്ത് വെച്ച് നബിമാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ എത്താൻ സാധിക്കുക. അവർക്ക് എത്ര നല്ല കൂട്ടുകെട്ടാണുള്ളത്. ആർക്കാണ്? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പം അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചോ അവൻ അള്ളാഹുവിനാണ് അനുസരിച്ചിട്ടുള്ളത്. ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മൻ അതാ അർ റസൂൽ ഫഖദ് അതാ അല്ലാഹ്, ആര് അള്ളാഹിന്റെ റസൂലിനെ അനുസരിച്ചോ അവൻ അള്ളാഹിനെ അനുസരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക എന്ന് പറയുന്നത് വെവ്വേറെ കാര്യമല്ല. കാരണം അള്ളാഹു തആല പറഞ്ഞ കാര്യം മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുള്ളൂ. അള്ളാഹ് വിലക്കിയ കാര്യം മാത്രമേ റസൂല് വിലക്കുകയുള്ളൂ. അവിടുന്ന് സ്വന്തമായിട്ടൊരു തീരുമാനമില്ല ദീൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ റസൂലിനെയും അനുസരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അതിൽ തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ മശീയത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. മശീയത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശവും റസൂലുള്ളാഹിൻ്റെ ഉദ്ദേശവും ഒപ്പമല്ല. അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് അറിയിക്കുമ്പോൾ മാത്രമേ അവിടുന്ന് അറിയുന്നത് പോലുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഉദ്ദേശിക്കാൻ സാധിക്കുക? അപ്പം അത് രണ്ടും വെവ്വേറെയാണ് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ഖത്തീബ് അദീ ഇബ്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും.
അന്ന റജുലൻ ഖത്തബ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എന്നിട്ട് ഒരാൾ ചെറിയൊരു പ്രസംഗം നടത്തി. ഫഖാല, പ്രസംഗത്തിന്റെ ഇടയിൽ അയാൾ പറഞ്ഞു, മയ്യുത്തിഇല്ലാഹ വറസൂലഹു ഫഖദ് റഷദ്. ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ ഫഖദ് റഷദ്, അവൻ സന്മാർഗം പ്രാപിച്ചു. വമൻ യഅസിഹിമാ ഫഖദ് ഗവാ. ആര് അവരെ രണ്ടുപേരെയും ധിക്കരിച്ചോ അവൻ വഴികേടിന്റെ മാർഗത്തിലെത്തി, ദലാലത്തിന്റെ മാർഗത്തിലെത്തി എന്ന് പറഞ്ഞു. ഇവിടെ വമൻ യഅസിഹിമാ, അവർ രണ്ടുപേരെയും ധിക്കരിച്ചോ എന്ന രൂപത്തിൽ വാക്ക് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പറഞ്ഞു, ബിഅ്സൽ ഖതീബു അൻത, എത്ര മോശം ഖതീബാണ് നീ. ഖുൽ വമൻ യഅസില്ലാഹ വറസൂല, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചോ എന്ന രൂപത്തിൽ വ്യക്തമാക്കിയിട്ട് തന്നെ പറയും. കാരണം ഇവിടെ അള്ളാഹുവിനെയും റസൂലിനെയും ഒരൊറ്റ ലമീറിൽ പറഞ്ഞു. ലമീർ രണ്ടാളുകളെ പറയാൻ, ദ്വിവചനത്തിനൊരു ലമീർ ഉണ്ട്, രണ്ടാളുണ്ട് എന്ന് അറിയിക്കാൻ ഹുമ എന്ന് പറയുന്ന ഒരു ലമീറുണ്ട്. ലമീർ എന്ന് പറഞ്ഞാൽ സർവനാമം, പ്രോനവും, അങ്ങനെ ഒരു ലമീറുണ്ട്. അപ്പം അതിൽ അള്ളാഹും റസൂലും ഉൾപ്പെട്ടു. ഹുമ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളയും ഒന്ന് റസൂലുമാണ്. അപ്പം അങ്ങനെ ഉപയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ശരിയല്ല, നിന്റെ ആ പ്രസംഗം മോശമായിപ്പോയി. നല്ല വാക്ക് തന്നെയാണ്, നല്ല ഉദ്ദേശമൊക്കെ തന്നെയാണ്, പക്ഷേ വമൻ യഅസിഹിമ എന്നാണ് നീ പറഞ്ഞത്, രണ്ടുപേരെയും ധിക്കരിക്കുക എന്നാണ്. അതങ്ങനെ പറയരുത്, വെവ്വേറെ ആക്കി പറഞ്ഞു. വമൻ യഅസില്ലാഹ വറസൂല, ആര് അള്ളാഹുവിനെ ധിക്കരിക്കുന്നുവോ അതേപോലെ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നുവോ ഫഖദ് ഗവാ, അങ്ങനെ നീ പറഞ്ഞോളൂ, അവൻ വഴികേടിലായി എന്ന് പറഞ്ഞുകൊള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും ഗൗരവത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, അത് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം വാക്കുകളിൽ പോലും ഇത്ര ശ്രദ്ധ തൗഹീദിന് വേണമെങ്കിൽ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ എന്താണ്? അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട ദുആ, അതല്ലാത്ത ആളുകളോട് ചോദിക്കുന്ന ആളുകൾ ഇത്തരം ഹദീസുകൾ എങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? എങ്ങനെയായിരിക്കും അവർ വിശദീകരിക്കുക? ഇത്തരം ഹദീസുകളെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കും? കാരണം വാക്കുകളിൽ പോലും അള്ളാഹും ഇന്നയാളും എന്ന് പോലും പറയാൻ നമുക്ക് അനുവാദമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന് മാത്രം നൽകേണ്ടതായ ആരാധനകളിൽ ഏതെങ്കിലും ഒന്ന് പടപ്പുകൾക്ക് നൽകാൻ ഒരാൾക്ക് സാധിക്കുന്നത് എന്നുള്ളത് സഹോദരങ്ങളെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്.